നമസ്കാരം. 2025 ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നിന്നും വന്ന വൈറലായൊരു വീഡിയോ ഞെട്ടിക്കുന്നതായിരുന്നു. ഡോക്ടറായൊരു പാകിസ്ഥാനി സ്ത്രീ വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് അമ്പരപ്പിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. ഭർത്താവിന്റെ മണിമാളികയും SUVകളും ആഡംബര വീടും വസ്തുക്കളുമൊക്കെ ഭിക്ഷാടനത്തിലൂടെ നേടിയെടുത്തതായിരുന്നുവെന്ന്. വിവാഹം കഴിച്ചത് യാചകരുടെ കുടുംബത്തിലേക്കായിരുന്നു. എന്തായാലും സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാനിൽ ഭിക്ഷാടനം വമ്പൻ ബിസിനസ്സാണ്. അതിനെ കുറിക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണത്. എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള യാചകരുടെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും വ്യാപകമാണ്. അതായത് ചെറുപ്പക്കാർ പോലും വിമാനം കയറി ഗൾഫ് നാടുകളിലെത്തി വേഷം മാറി പിച്ചെടുക്കുന്നു. ആ കാശ് നാട്ടിലേക്ക് അയച്ച് സമ്പന്നരാകുന്നു. ആ വാർത്ത കേട്ട് കൂടുതൽ പേർ ഓരോ വർഷം ഭിക്ഷാടനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാക് പൗരന്മാരായ യാചകരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. പാകിസ്ഥാനിൽ നിന്നുള്ള സംഘടിത ഭിക്ഷാടന സംഘങ്ങളെ പുറത്താക്കാനുള്ള നടപടികളാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ. സൗദി മാത്രം 56,000 പാകിസ്ഥാനി യാചകരെ നാടുകടത്തിയതായാണ് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങൾ നടപടി കടുപ്പിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണ്. UAEയും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉംറ വിസകൾ ദുരുപയോഗം ചെയ്ത് മക്കയിലും മദീനയിലും ഭിക്ഷ യാചിക്കുന്നത് തടയണമെന്ന് 2024 തന്നെ പാകിസ്ഥാനോട് സൗദി ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പാക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും സൗദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ ഭിക്ഷയാചിക്കാൻ വിദേശത്ത് പോകുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ യാചകരെയും അപൂർണമായ യാത്രാരേഖകളുള്ള ആളുകളെയും വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ പ്രഖ്യാപനം. പാകിസ്ഥാന് ചീത്തപ്പേരുണ്ടാക്കുന്നവർ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. 2024 മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 5000-ലധികം പാകിസ്ഥാനി യാചകരെ നാടുകടത്തിയതായി പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ നേരത്തെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഭിക്ഷാടനം പാകിസ്ഥാൻ ഒരു വലിയ സംരംഭമായാണ് പലരും കണക്കാക്കുന്നതെന്നാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന. സാധാരണക്കാരും ആഡംബര യാചകരും എന്ന 2 വിഭാഗങ്ങൾ ഭിക്ഷാടന രംഗത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചില ഭിക്ഷാടകർ ദാരിദ്ര്യത്തിൽ തന്നെ തുടരുമ്പോൾ ധൈര്യശാലികളായ യാചകർ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സംരംഭകത്വ ചിന്താഗതിയാണ് പാകിസ്ഥാനി യാചകരെ സമ്പന്നരാകാനും വിദേശത്തേക്ക് പറക്കാനും കൂടുതൽ സമ്പാദിക്കാനും പ്രേരിപ്പിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പോലെ തന്നെ യാചനയ്ക്കും പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണ്. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കമ്പനികൾ തന്ത്രങ്ങൾ മെനയുന്നത് പോലെ യാചകരും സഹതാപം ഉണർത്തുന്ന വേഷവിധാനങ്ങളിലൂടെയും പ്രത്യേക രീതികളിലൂടെയും ആളുകളിൽ നിന്നും സഹായം തേടുന്നുണ്ട്. പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നാട് കടത്തപ്പെട്ട യാചകരിൽ ഭൂരിഭാഗവും സൗദി അറേബ്യയിൽ നിന്നാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നായി 50,000 പാകിസ്ഥാനികൾ ഭിക്ഷാടനം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. രൂക്ഷമായ വിലക്കയറ്റവും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭീകരാക്രമണവും ഒക്കെയായി ആകെ തകർന്നു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ആ നാട്ടിൽ മുടക്കുമുതൽ കൂടാതെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഏക വ്യവസായം ഭിക്ഷാടനമാണെന്നാണ് പറയുന്നത്. 1 കിലോ ചിക്കൻ 1000 രൂപയും 1 ലിറ്റർ പാലിന് 250 രൂപയും ഉള്ള ഒരു രാജ്യം. രാത്രി 9 മണി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ വൈദ്യുതിയില്ല. ആട്ടയ്ക്ക് കിലോ 400 രൂപ, പഞ്ചസാരയ്ക്ക് 200 രൂപ. ചായപ്പൊടിയില്ലാത്ത ജനം ചായ കൂടി വരെ നിർത്തി. 250 ഗ്രാം ചെറുനാരങ്ങയ്ക്ക് 234 രൂപയാണ്. നെയ്യിന് കിലോഗ്രാം 2895, പെട്രോളിന് ലിറ്ററിന് 252 രൂപ. ഇതുപോലെ വിലക്കയറ്റമുള്ള ഒരു രാജ്യത്ത് ഭൂമിയിലെ നരകം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അതിലൊരു തെറ്റുമില്ല. എന്തായാലും ഇത്തരത്തിൽ ഗതികെട്ട ഒരു ജനതയാണ് പാകിസ്ഥാനികൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ബിസിനസ്സും ഭിക്ഷയാചിക്കുക എന്നുള്ളതാണ്.